എൻകോഡർ ആൻഡ് ഡീകോഡർ ആണ്. അതിൽ ഡീകോഡർ ഫസ്റ്റ് നോക്കാം. ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്സും മൾട്ടിപ്പിൾ ഔട്ട്പുട്സും ആണുള്ളത്. അതായത് n നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2n ആയിരിക്കും. അതായത് 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2 to the power 2 സ്ക്വയർ, അതായത് 4 ഔട്ട്പുട്ട് വരും. ഓക്കെ, എക്സാമ്പിൾ ഇത് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളാണ്. എ ബി എന്ന് പറഞ്ഞാൽ 2 ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ 2, ഇപ്പോൾ ഇത് n എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അതിൻ്റെ 2n എന്ന് പറയുന്നത് 4 ഔട്ട്പുട്ട് ലൈൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെയാണ് വരിക. അതിൽ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ എനേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ പാസ് ചെയ്യും. ഈ എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓൺ ആക്കി വെക്കുക, ഓഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓൺ ആണെങ്കിൽ അത് 1 ആയിരിക്കും, ഓഫ് ആണെങ്കിൽ 0 ആയിരിക്കും. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, നമുക്ക് പ്രോസസ്സ് റിസൾട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. 1 ആണെങ്കിൽ അതിനനുസരിച്ച് വേരി ചെയ്യും. അതെങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇപ്പോൾ എനേബിൾ 0 ആണെങ്കിൽ എയും ബിയും എന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പോൾ എനേബിൾ 1 ആണെങ്കിൽ എയും ബിയും 0 0 0 1 1 0 1 1 എന്നെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിൻ്റെ ഇത് മാത്രമേ ഒരു ടൈമിൽ എനേബിൾ ആയിട്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ D0 വർക്ക് ചെയ്യുകയാണെങ്കിൽ D0 എന്നുള്ള ലൈൻ മാത്രമേ എനേബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ D0 എന്നുള്ളത് 1 വരും. അതേപോലെ D1 എന്നുള്ളത് 1 വരും, D2 എന്നുള്ളത് 1 വരും. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് D3 വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മാത്രം 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കുക. ഇനി അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ D0ൻ്റെ നോക്കുമ്പോൾ എന്താണ്, D0യിൽ നോക്കുമ്പോൾ രണ്ടും എയും ബിയും 0 ആകുമ്പോഴാണ് നമ്മൾ D0ൻ്റെ പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് A ബാർ ഇൻറ്റു B ബാർ. D1ൻ്റെ പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴാണ്? D1ൻ്റെ പ്രോസസ്സ് നടക്കുന്നത് D1 1 ആയിട്ട് വരുന്നത് എപ്പോഴാണ്? A 0യും B 1 ആകുമ്പോഴാണ്. അപ്പോൾ A ബാർ B. അതുമാതിരി D2ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ A 1ഉം B 0യും ആണ്. അപ്പോൾ A B ബാർ ആണ് വരിക. അതേപോലെ D3യുടെ പ്രോസസ്സ് നടക്കുമ്പോൾ എയും ബിയും 1 ആണ്. അപ്പോൾ നമ്മൾ A ബാർ വേണ്ട, D3യുടെ പ്രോസസ്സ് നടക്കുമ്പോൾ AB എന്നാണ് വരിക. D3യുടെ പ്രോസസ്സ് നടക്കുമ്പോൾ AB എന്നുള്ളതാണ് വരിക, A ഇൻറ്റു B. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് ലൈൻ ആയിട്ടുള്ള എയും ബിയും ഒരു എന്താ പറയുക വെർട്ടിക്കൽ ലൈൻ 2 വരച്ചു വെക്കുക. എന്നിട്ട് അതിന്ന് നമുക്കിവിടെ നെഗേഷൻ വേണ്ടതുകൊണ്ട്, നോട്ട് ഓപ്പറേഷൻ നടക്കേണ്ടത്, ബാർ ഉണ്ടല്ലോ, അതുകൊണ്ട് നോട്ട് ഓപ്പറേഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ അതിനൊരു നോട്ട് ഗേറ്റും കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് D0 കിട്ടാൻ A ബാർ B ബാർ അല്ലേ. അപ്പോൾ ഈ നോട്ട് ഗേറ്റിൽ നിന്ന് രണ്ടും കൂടെ ഒരു ആൻഡ് വരയ്ക്കുക. അപ്പോൾ അത് D0 കിട്ടും. D1ൻ്റെ A ബാർ B ആണ്. അപ്പോൾ ഈ നോട്ട് ഗേറ്റും ബിയിൽ നിന്നും ഇവിടെ നിന്നൊരു കണക്ഷൻ, ഒരു ഡോട്ട് ഇട്ടൊരു കണക്ഷൻ വരച്ച D1, അതേപോലെ D2 D3, ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് എൻകോഡർ എന്ന് നോക്കാം. ഓക്കെ, എൻകോഡർ നോക്കുമ്പോൾ എൻകോഡർ എന്ന് പറഞ്ഞാൽ ഡീകോഡറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 2n ഇൻപുട്ട് ലൈൻസും n ഔട്ട്പുട്ട് ലൈനുമാണ് വരിക. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുമ്പോൾ 2n എന്ന് പറഞ്ഞാൽ D0 to Dn വരെയുള്ള ഇൻപുട്ട്സ് ഉണ്ടായിരിക്കും. ഔട്ട്പുട്ട് അതേപോലെ തന്നെ A to Z വരെയോ A to ഏത് വരെയാണ് എന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ A1 A2 A3 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ലൈൻസ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ 8 to 3 ഡീകോഡർ നോക്കാം. 8 to 3 ഡീകോഡർ എന്ന് പറഞ്ഞാൽ 8 ഇൻപുട്ട് ലൈൻസും 3 ഔട്ട്പുട്ട് ലൈൻസും. 8 ഇൻപുട്ട് ലൈൻ വരുമ്പോൾ 3 ഔട്ട്പുട്ട് ലൈൻ എങ്ങനെയാണ് വന്നത് മനസ്സിലായോ? 2 to the power n. 2 to the power n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 8 ആണെങ്കിൽ n എന്തായിരിക്കും? n 3 ആയിരിക്കും. 2 ക്യൂബ് അല്ലേ 8 വരുന്നത്, 2 ക്യൂബാണ് 8 വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് ലൈൻ എത്രയായിരിക്കും? 3 ഔട്ട്പുട്ട് ലൈൻസ് ആയിരിക്കും വരിക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 4 ഇൻപുട്ട് ലൈൻസ് ആണുള്ളത് വെച്ചെങ്കിൽ 2 ഔട്ട്പുട്ട് ലൈൻസ്. അതേപോലെ തന്നെ 16 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ എത്ര വരും? 4 ഔട്ട്പുട്ട് ലൈൻസ് വരും. ഓക്കെ, അങ്ങനെ 2 പവർ n-ൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതിൽ എൻകോഡറിൽ ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ട്രൂത്ത് ടേബിളിൽ നോക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ 8 ആയതുകൊണ്ട് D0 മുതൽ D7 വരെയുള്ള നമ്മൾ ഇൻപുട്ട് ലൈൻസ് എഴുതണം. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് ലൈൻസ് 3 ഉള്ളതുകൊണ്ട് ABC എഴുതുക. ഓക്കെ, അപ്പോൾ D1 എന്നുള്ള ഇൻപുട്ടാണ് ആദ്യം D0 ആണ് ആദ്യം വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ D1ന് 0 കൊടുക്കുക, 1 കൊടുക്കുക, ബാക്കി എല്ലാം 0 എന്നുള്ളത് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സിൽ 0 0 0 അതായത് നമ്മൾ 2 to the power n എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2 to the power n ഫസ്റ്റ് D0 ആകുമ്പോൾ n-ൻ്റെ വാല്യൂ 0 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 to the power 0 അല്ലേ 0 എടുത്തിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് മൊത്തത്തിൽ ഔട്ട്പുട്ട് ലൈൻ നമ്മൾ 0 ആണ് കൊടുക്കുക. അടുത്തത് 1 എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. D1ന് 1 എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ സി അതായത് 0 നമ്മൾ സാധാരണ ബൈനറി നമ്പേഴ്സ് എഴുതില്ലേ, അതാണ് ഔട്ട്പുട്ട് വരിക. ഈ ഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബൈനറി ഔട്ട്പുട്ട് 0 1 2 3 4 5 6 7 ഇതാണ് 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് വരിക. ഇതാണ് ഔട്ട്പുട്ട് വരിക. പക്ഷെ അത് എഴുതുമ്പോൾ D0 ആകുമ്പോൾ നമ്മൾ 0 എഴുതും. D1ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ 1 ആയിരിക്കും വരിക. D2ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ 2 വരും. D3യുടെ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ 3 വരും. D4ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ 4 വരും. D5ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ 5 വരും. 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. D6ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ബൈനറി നമ്പർ 6 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. D7ൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ 111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ബൂലിയൻ എക്സ്പ്രഷനായിട്ട് എഴുതി നോക്കാം. ഇതാണ് ബൂലിയൻ എക്സ്പ്രഷൻ. ബൂലിയൻ എക്സ്പ്രഷനായിട്ട് എഴുതുമ്പോൾ ബൂലിയൻ എക്സ്പ്രഷനായിട്ട് എങ്ങനെ എഴുതാം? ആദ്യം A ഈക്വൽ ടു നോക്കാം. എയിൽ ഏതൊക്കെ 1 വരുന്നുണ്ട് നോക്കിയാൽ മതി. 1 2 3 4 1 വരുന്നുണ്ട്. 4 1 വരുമ്പോൾ D0 D1 D2 D3 D4 D5 D6 D7 അങ്ങനെ എടുക്കുക കേട്ടോ. ആദ്യത്തെ D0 മുതൽ D1 D2 D3 D4 D5 D6 D7 ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 1 വരുന്ന ഏതിലൊക്കെയാണ്? D4 D5 D6 D7 വരുന്നത്. അപ്പോൾ D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7 അങ്ങനെയാണ് എഴുതുക. ഇനി ബി നോക്കുമ്പോൾ ബിയിൽ എവിടെയൊക്കെ വരുന്നുണ്ട്? D2 വരുന്നുണ്ട്, D3 വരുന്നുണ്ട്, D6ഉം D7 വരുന്നുണ്ട്. അപ്പോൾ D2 പ്ലസ് D3 പ്ലസ് D6 പ്ലസ് D7. അടുത്ത സിയിൽ ചെയ്യുമ്പോൾ ഇതിലൊക്കെ വരുന്നുണ്ട്? D1 വരുന്നുണ്ട്, D3 വരുന്നുണ്ട്, D5 വരുന്നുണ്ട്, D7 വരുന്നുണ്ട്. അപ്പോൾ D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7 ഇങ്ങനെയാണ് അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ലോജിക് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുക. ലോജിക് സർക്യൂട്ട് വരുമ്പോൾ ആദ്യം എല്ലാ ഇൻപുട്ട് ലൈൻസും വരയ്ക്കുക. D0 മുതൽ D7 വരെയുള്ള എല്ലാ ഇൻപുട്ട് ലൈൻസും വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് A കണ്ടുപിടിക്കാൻ വേണ്ടി D4 D5 D6 D7 അല്ലേ, അതെല്ലാം കൂടെ നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ആൻഡ് ഗേറ്റ് ആയിരുന്നു, ഇവിടെ ഓർ ഗേറ്റ് ആണ്. സോറി, ഞാൻ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓർ ഗേറ്റ് ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. എല്ലാം ഓർ ഗേറ്റ് ആക്കി വരയ്ക്കുക കേട്ടോ. ഓർ ഗേറ്റ് വരയ്ക്കുക. എന്നിട്ട് D4 D5 D6 D7 അതേപോലെ ബീൻ്റെ D2 D3 D6 D7. അപ്പോൾ D2 എന്ന് പോയിൻ്റ് ചെയ്യുക, വരയ്ക്കുക. D3 അതേപോലെ D6 D7 എന്നിട്ട് ഓർ ഗേറ്റ് വരയ്ക്കുക, ബി വരയ്ക്കുക. അതേപോലെ സീൻ്റെ D1 എന്ന് ആദ്യം തുടങ്ങുക, പിന്നെ D3 D5 D5 കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? D7 ആണുള്ളൂ, D6 ഇല്ല. D7 ഓക്കെ വരയ്ക്കുക. അപ്പോൾ ABC എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് എൻകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ബൂലിയൻ എക്സ്പ്രഷൻ, ലോജിക് ഗേറ്റ് ഒക്കെ ഇതാണ് സംഭവം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് ചോദിക്കുക. ഓക്കെ.